കണ്ണൂരിലെ റിജിത്ത് കൊലക്കേസിൽ കഴിഞ്ഞ ദിവസം തലശ്ശേരി കോടതി വിധി പറഞ്ഞത് 19 വർഷത്തിന് ശേഷമാണ്. നീതി വൈകുന്നതും നീതി നിഷേധത്തിന് തുല്യമെന്നിരിക്കെ ഇപ്പോഴും വിധി അറിയാതെ കെട്ടിക്കിടക്കുന്ന കേസുകൾ നമ്മുടെ കോടതികളിൽ നിരവധിയാണ്. തലശ്ശേരി കോടതിയിൽ തന്നെ 25 വർഷം മുൻപുള്ള കേസുകൾ അടക്കമുണ്ട് പട്ടികയിൽ. മെയ് മാസം 178 കൊലപാതക കേസുകളാണ് കണ്ണൂർ ജില്ലയിൽ വിചാരണ തുടങ്ങാൻ ബാക്കിയുണ്ടായിരുന്നത്. പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെയാണ് ഈ സംഖ്യ. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 107, റൂറൽ പരിധിയിൽ 70, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരു കേസും. കേസുകളുടെ ബാഹുല്യം കോടതിയുടെ ദൈനംദിന പ്രവർത്തനത്തെ അടക്കം ബാധിക്കാൻ തുടങ്ങിയതോടെ വിചാരണ വേഗത്തിലാക്കാനുള്ള തീരുമാനമുണ്ടായി. നമുക്ക് നീതി നടപ്പാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി നമ്മളെ ഈ പ്രോസിക്യൂഷൻ ഓഫീസിന് നന്നായിട്ട് സ്പീഡിൽ ഡിസ്പോസൽ നടത്താൻ കഴിയുന്നുണ്ട്. പരമാവധി കേസുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്പോസൽ നടത്തിയിട്ട് പ്രതികൾക്കായാലും വാദികൾക്കായാലും നീതി നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ ശ്രമങ്ങളുടെ ഭാഗമായി 1.5 വർഷത്തിനിടെ 55 കേസുകൾ തീർപ്പാക്കാനായെങ്കിലും ഇന്നും വിചാരണ തുടങ്ങാതെ 1998 കേസുകളടക്കം കോടതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്ന 1998 ചൊക്ലിയിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസാണ് ഏറ്റവും കൂടുതൽ കാലമായി കെട്ടിക്കിടക്കുന്നത്. കാലതാമസം വരുന്നത് കേസുകളുടെ വിചാരണയെ ബാധിക്കാനുള്ള സാധ്യത ആശങ്കയാണ്. തെളിവുകൾ കൃത്യമായി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്തതും സാക്ഷിമൊഴികൾ കൃത്യമായി രേഖപ്പെടുത്താനാവാത്തതും വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വളരെ പഴക്കമുള്ളതാണ്. ഇത് 3-4 ജഡ്ജിമാർ കേട്ടതാണ്. കോവിഡിന് മുമ്പേ ആരംഭിച്ച കേസാണ്. പക്ഷേ കോടതിക്ക് വൈകിയാലും തെളിവുകൾ കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ കോടതി ശക്തമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ എടുക്കുക. തെളിവുകൾ ഉണ്ടെങ്കിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥ തന്നെയാണ്. 1.5 വർഷത്തിനിടെ പരിഗണിച്ച കേസുകളിൽ 4 പ്രതികൾ മരിച്ചതിനെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. തലശ്ശേരി കോടതി ആധുനിക സമുച്ചയത്തിലേക്ക് മാറുന്നതോടെ കേസുകൾ പരിഗണിക്കുന്നത് വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. പുതിയ കോടതി സമുച്ചയം ജനുവരി 25-നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കോളിളക്കം സൃഷ്ടിച്ച നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ ശിക്ഷാവിധി ഉൾപ്പെടെ തുടർച്ചയായ വിധി പ്രസ്താവങ്ങളാണ് തലശ്ശേരി കോടതിയിൽ നിന്നും പുറത്തുവരാനിരിക്കുന്നത്. ന്യൂസ് മലയാളം, കണ്ണൂർ.